പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് പരിഹാരമാകുന്നു. ചിന്നക്കനാൽ സിങ്ക് കണ്ടക്കാരുടെ പട്ടയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. കൈവശക്കാരുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിനടക്കം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വിഷയത്തിന് പരിഹാരം കാണണമെന്ന് റവന്യൂ മന്ത്രി ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ചിന്നക്കനാൽ സിങ്ക് കണ്ടത്തെ കർഷക കുടുംബങ്ങളുടെ കുടിയേറ്റ കാലം മുതലുള്ള ആവശ്യമാണ് കൈവശ ഭൂമിക്ക് പട്ടയമെന്നത്. എന്നാൽ പലവിധ കാരണങ്ങളാൽ പട്ടയം നൽകുന്നതിന് നടപടിയുണ്ടായില്ല. ഇതോടൊപ്പം പ്രദേശത്തെ കർഷകരെ കുടിയിറക്കുന്നതിനുള്ള നീക്കവും ഉണ്ടായതോടെ പ്രതിഷേധം ശക്തമായി. തുടർന്നാണ് വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ റവന്യൂ വകുപ്പ് മന്ത്രിയെ നേരിൽ കാണുകയും സിങ്ക് കണ്ടത്തെ കർഷകരുടെ സാഹചര്യങ്ങൾ അറിയിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് പട്ടയം നൽകുന്നതിന് നടപടി സ്വീകരിക്കുവാൻ മന്ത്രി നേരിട്ട് ഇടുക്കി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകി. ചിന്നക്കനാൽ വില്ലേജിലെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്കും തോട്ടം തൊഴിലാളികൾക്കും ഭൂമി നൽകണമെന്ന ആവശ്യം CPI കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് രാജന്റെ മുമ്പിൽ നിവേദനം നൽകി ആവശ്യപ്പെടുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിങ്ക് കണ്ടം പ്രദേശത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസറോട് സിങ്ക് കണ്ടം പ്രദേശത്തെ ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എത്രയും വേഗം ആ നടപടികൾ പൂർത്തിയാക്കുവാനും സർവേ നടപടികൾ ആരംഭിക്കുവാനും അർഹരായ ആളുകൾക്ക് പട്ടയം കൊടുക്കുവാനുമുള്ള റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ഈ അവസരം പറയുവാനായിട്ടുള്ളത്. മേഖലയിൽ പട്ടയം നൽകുന്നതിന് വേണ്ട നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ കൈവശക്കാരെ കണ്ടെത്തുന്നതിനായി സർവേ നടത്തുന്നതിന് നടപടി ആവശ്യപ്പെട്ട് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർക്ക് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. 34/1 സർവേ നമ്പറിൽ 5000 ഏക്കറോളമാണ് സർക്കാർ ഭൂമി ഉള്ളത്. ഇവിടെ 5 സെന്റ് മുതൽ 5 ഏക്കർ വരെ കൈവശക്കാരുണ്ടെന്നും ഇവർ 50 വർഷത്തിലധികമായി ഇവിടെ സ്ഥിരതാമസക്കാരാണെന്നുമാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്. സർവേ നടപടികൾ ആരംഭിച്ചാൽ അധികം വൈകാതെ പട്ടയം നൽകുന്നതിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ കൈവശ ഭൂമിയിലെ കയ്യേറ്റക്കാരായി കഴിയുന്ന സിങ്ക് കണ്ടത്തെ കർഷകർ ഭൂമിക്ക് അവകാശികളാകും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.